ദിവസം 29-ാം തീയതി 26-ാം തീയതി കൂടി തുടങ്ങി 29-ാം തീയതി കൂടെ അവസാനിക്കും. 29-ാം തീയതിയാണ് സമാപന സന്നദ്ധാന സമ്മേളനം. സേവനവും വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരേ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള വാട്ടുപറമ്പ് മജ്‌ലിസ് തൗഹീദ് സേവന കേന്ദ്രം. അതിൻ്റെ ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇവരൊക്കെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് ഒരു വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുജീബ് എടക്കണ്ടി, ഷെരീഫ്, ഇവർ രണ്ടുപേരും ഇതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർമാരാണ്. ഞാൻ കാസിമുൽ കാസിമി, ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഉമ്മർ ഹാജി ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. മൂസക്കോയ ഹാജി ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നമ്മുടെ ഈ സ്ഥാപനം ഒരു സ്ഥാപനം എന്നതിലപ്പുറം സമൂഹത്തെ സമുദ്ധരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവും കൂടിയാണ്. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് അപ്പുറം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഈ സ്ഥാപനം വിദ്യാഭ്യാസ സംരംഭങ്ങളോടൊപ്പം തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം പഴയ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം മതപഠനത്തിൽ അന്യമായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കി സമൂഹത്തിൽ നിരവധി വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരെ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഖുർആൻ മനഃപ്പാഠമാക്കുക, അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കുക. ഇങ്ങനെ സംവിധാനത്തിലൂടെ നിരവധി ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിന് സേവന മനോഭാവത്തോടു കൂടെ പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അന്യമായൊരു സംഭവമാണ് ചെറുപ്പകാലഘട്ടത്തിൽ മലയാളം ഭാഷ, അതുപോലെ തന്നെ ഖുർആൻ അറിയാത്ത ആളുകൾ പിൽക്കാലഘട്ടത്തിൽ അത് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അത് പഠിക്കാനുള്ള വലിയ ഒരു സൗകര്യമാണ് മജ്‌ലിസ് സേവന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നത്. വയോജന വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ പല ആളുകൾക്കും അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ വിദ്യാഭ്യാസ സംരംഭമാണ്. അതേസമയം അതിൻ്റെ സേവന മേഖലയിലേക്ക് കടക്കുമ്പോൾ അത്താണിയില്ലാത്തവർക്ക് അഭയം നൽകുക എന്ന വലിയ ഒരു പ്രധാനമർഹിക്കുന്ന സമൂഹത്തെ യഥാരൂപത്തിൽ കുറേ ആളുകൾ തെറ്റിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവരൊക്കെ ദിശാബോധത്തോടു കൂടെ സമൂഹത്തിൻ്റെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീടുകളില്ലാത്ത ആളുകൾ, അന്തിയുറങ്ങാൻ സ്ഥലമില്ലാത്ത ആളുകൾ, വെയിലും മഴയും കൊണ്ട് അങ്ങനെ അലക്ഷ്യമായി നടക്കുന്ന ആളുകളെ അവർ അഭയം ചോദിച്ചാൽ നമ്മൾ അവർക്ക് അഭയം കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പ്രയാസമേറിയ എന്നാൽ സമൂഹത്തിന് ആവശ്യമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഹരി വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ നേരത്തെ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടികളെ കണ്ടെത്തി കൗൺസിലിങ്ങിലൂടെയും ചികിത്സയിലൂടെയും അവരുടെ കുടുംബത്തിൽ ആവശ്യമുള്ള മക്കളാക്കി മാറ്റുന്നൊരു സംവിധാനം ഈ മതവിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിപ്പിക്കേണ്ടുന്നൊരു കാര്യമാണ്. നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ ഇത് മുഖേന സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബ തർക്ക പരിഹാരവേദി നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഭവമാണ്. ഓരോ കുടുംബത്തിലും അസ്വരസ്യമായി ജീവിക്കുന്നു, ആരും പുറത്തറിയാതെ അങ്ങനെ അവർ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇടപെടൽ എന്നുള്ള നിലയിൽ ഇത് നടത്തപ്പെടുകയും ഇതിന് 30-ൽ പരം വക്കീലന്മാരും മനഃശാസ്ത്ര പണ്ഡിതന്മാരും നാട്ടുകാരണവന്മാരും രാഷ്ട്രീയ മറ്റും മതമേഖലയിലുള്ള പണ്ഡിതന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു സമിതിയിലൂടെ നിരവധി കുടുംബ കേസുകൾക്ക് പരിഹാരം കാണാൻ ഞങ്ങൾക്കിതുവരെ സാധിച്ചിട്ടുണ്ട്. ഒരു വർഷം ശരാശരി 100-ൽ പരം കേസുകൾ പരിഹരിക്കുന്നുണ്ട്. വളരെ സംതൃപ്തമായിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് വർഗീയതയും സ്വജനപക്ഷപാതവും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 5 മാസമായി മജ്‌ലിസിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം ബോധേന്ദ്ര തീർത്ഥ സ്വാമിയുടെ
അവിടുത്തെ ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച ദൗത്യം അത് പല ആശ്രമങ്ങളിലും മഠങ്ങളിലും ബിഷപ്പ് ഹൗസുകളിലും ക്ഷേത്രങ്ങളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി മതസൗഹൃദത്തിന് വേണ്ടി ഞങ്ങൾ വളരെ യത്നിക്കുകയും അവിടെ നിന്ന് വളരെ നിർലോഭമായ സഹകരണം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവസാനമായി ഞങ്ങൾ കല്ലായിലുള്ള ആശ്രമത്തിലായിരുന്നു അതിൻ്റെ സമാപനം മിനിയാന്ന്. അപ്പോൾ ഇങ്ങനെ 5 മാസക്കാലം ലഹരിക്കെതിരെയും മതസൗഹൃദത്തിന് വേണ്ടിയും വളരെ വലിയൊരു പ്രയത്നം ഞങ്ങൾ നടത്തി. ആ ഒരു സംതൃപ്തിയിലാണ് ഇപ്പോൾ ഈ മജ്ലിസിൻ്റെ 12ാം വാർഷിക 6ാം സന്നദ്ധാന സമ്മേളനം ഞങ്ങൾ നടത്തപ്പെടുന്നത്. ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. നാളെയാണ് ഇതിൻ്റെ തുടക്കം. ഈ തുടക്കത്തിൽ ആദ്യം തന്നെ നടത്തുന്നൊരു സൗഹൃദ സംഗമമാണ്. അതിൽ സ്വാമിമാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, ഫാദർമാരുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അതിലുണ്ട്. ആ സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നത് MK രാഘവൻ MP ആണ്. അതോടനുബന്ധിച്ച് നടത്തുന്ന തൗഹീദിൻ്റെ പരിമളം എന്ന് പറഞ്ഞ ഒരു വലിയൊരു വിഷയത്തെ ആസ്പദമാക്കി കേരളത്തിലെ പ്രഗത്ഭ വാഗ്മി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അതോടനുബന്ധിച്ച് പ്രഭാഷണം നടത്തുന്നു. അതുപോലെ തന്നെ അബൂബക്കർ ഹുദവി ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുമ്പോൾ കേരളത്തിലെ പ്രഗത്ഭ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, ഇങ്ങനെ PTA റഹീം MLA ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരും മതപണ്ഡിതന്മാരായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ആളുകൾ വിവിധങ്ങളായ സെഷനുകളിൽ സംബന്ധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ ഏറ്റവും വലിയൊരു ഇതുള്ളത് പറഞ്ഞാൽ ബാഫക്കി തങ്ങളുടെ പേരിലുള്ള സേവന ശ്രേഷ്ഠ പുരസ്കാരം എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മൾ കേരളത്തിൽ 3 പേരെ തിരഞ്ഞെടുത്ത് നടത്തുന്നുണ്ട്. അതിലൊന്ന് ഒരു പള്ളിയിൽ 58 വർഷം ദർസ് നടത്തി വിഭാഗീയതകൾക്ക് അതീതമായി ഒരു മഹല്ലിനെ കൊണ്ടുപോകുന്ന ചെറുകര മുദരീസ് അസ്കർ ഉസ്താദിനും, അതുപോലെ തന്നെ അഴിമതിയുടെ ഒരു ലാഞ്ചന പോലുമില്ലാത്ത PKK ബാവ എന്ന് പറഞ്ഞ മുൻ മന്ത്രിക്കും, അതുപോലെ തന്നെ സുന്നി സാഹിത്യ രംഗത്ത് ആ മേഖലയിൽ ഏറ്റവും ഒരു കാൽവെപ്പ് കാണിച്ചു കൊടുത്ത മാനു സാഹിബിനും നമ്മൾ ബാഫയ്ക്ക് തങ്ങൾ സേവന ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.